മദ്യനയ അഴിമതി കേസിലെ ഇ.ഡി. അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ബി.ആർ.എസ് നേതാവ് കെ. കവിത സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ജൽ ബോർഡ് അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ല. ഇ.ഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, കവിതയുടെ തുടർ നീക്കം എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിട്ടും പിന്നീടും 2 തവണ പുതിയ സമൻസ് ഇ.ഡി അയച്ച സാഹചര്യത്തെ ആപ്പ് എങ്ങനെയാണ് കാണുന്നത്? വേണു, ഈ കഴിഞ്ഞ ദിവസം ഇ.ഡി കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്താണ് വീണ്ടും ഇ.ഡിക്കെതിരെ കെ. കവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഇ.ഡി തുടർച്ചയായി സമൻസുകൾ നൽകിയതിൽ കെ. കവിത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് കെ. കവിതയെ ഇ.ഡി അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഇ.ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ കോടതിയിൽ ഹാജരാക്കിയ സമയത്തും കവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന ഒരു കേസാണ്. അന്ന് സോളിസിറ്റർ ജനറൽ കെ. കവിതയെ അറസ്റ്റ് ചെയ്യില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കോടതി ഇടപെടലിന് വിരുദ്ധമായി കൊണ്ടായിരുന്നു ഇ.ഡി നടപടികൾ ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെയായിരുന്നു 7 ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി കവിതയെ ഇ.ഡിയുടെ കസ്റ്റഡിയിൽ വിടുന്നത്. എന്തായാലും അതിനെ ചോദ്യം ചെയ്താണ് വീണ്ടും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. റിട്ട് പെറ്റീഷനാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാളെ ഈ കെ. കവിതയുടെ ഹർജി കൂടി പരിഗണിക്കുവാനിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടും ഒരുമിച്ചായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക. മറ്റൊരു വിഷയം ഇപ്പോൾ ജൽ ബോർഡുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ സമൻസാണ്. അത് അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചിരിക്കുകയാണ്. ഇന്ന് ഹാജരാകില്ല എന്നറിയിച്ചു. ഇതിൽ ആം ആദ്മി സ്വീകരിക്കുന്നത് ഈ നിയമവിരുദ്ധമായാണ് സമൻസുകൾ നൽകുന്നത്. കോടതി മദ്യനയ അഴിമതി കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടും ഇ.ഡി വീണ്ടും സമൻസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. വ്യാജ കേസാണ് ഈ ജൽ ബോർഡുമായി ബന്ധപ്പെട്ട ഇ.ഡി ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നാണ് ആം ആദ്മി പൊതുവെ ഉയർത്തുന്ന ആരോപണം. മറ്റൊന്ന്, ഈ ജൽ ബോർഡുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താനാണ് കേജ്രിവാളിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഹാജരായാൽ ഒരു പക്ഷേ മദ്യനയ അഴിമതി കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം കെ. കവിതയുടെ അറസ്റ്റ് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിലയിരുത്തൽ ആം ആദ്മിയും നടത്തുന്നുണ്ട്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇന്ന് ജൽ ബോർഡ് അഴിമതി കേസിലെ ഇ.ഡി സമൻസ് കേജ്രിവാൾ അവഗണിച്ചിരിക്കുന്നത്. വേണു, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.